ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ FIRന്റെ ആ ഒരു പിന്നെ ജഡ്ജ്മെന്റിന്റെ ആ ഒരു ഭാഗം, വെബ്സൈറ്റിലെ ഒരു ഭാഗം ഇട്ട് ഡിസ്പോസ്ഡ് എന്ന് വട്ടമുണ്ടാക്കി അത് ആഘോഷിക്കുന്ന ചിലരെ കാണാനിടയായി. എന്താണ് കാരണമെന്നല്ലേ? അവർ പറയുന്നത് FIR ഇടാൻ വേണ്ടി കോടതിയിൽ പോയ അദ്ദേഹത്തിൻ്റെ കേസ് നീക്കം ചെയ്തു എന്നുള്ളതാണ്. പണ്ട് ഒരുത്തൻ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഈ കാര്യങ്ങൾ. നീക്കം ചെയ്തു, ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കം ചെയ്തു എന്നുള്ളതാണ്. കോടതിയിൽ നിന്ന് ആ കേസ് നീക്കം ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിരുന്നത്. ആ ഒരു വിവരം വെച്ചിട്ടാണ് ഈ കേസ് നീക്കം ചെയ്തു, ഇനി ആ കേസ് നിലവിലില്ല എന്നുള്ള രീതിയിൽ ഇവർ പറയുന്നത്. എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? ഈ കേസിൽ തീരുമാനമുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ആവശ്യം FIR ഇടുക എന്നുള്ളതാണ്. ഈ ക്രൈമില് ഒരു പൗരൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ബെച്ചു കുര്യൻ സാർ പറഞ്ഞതുപോലെ, ആർക്കാണോ പരാതിയുള്ളത് അവർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവർക്ക് FIR ഇട്ട് കൊടുക്കണം. ഹൈക്കോടതി പറഞ്ഞാണ് ഇത്തരം തട്ടിപ്പ് കേസിൽ ഓരോ വ്യക്തിക്കും ഓരോ FIR വേണം എന്ന് പറഞ്ഞതാണ്. ഓരോ FIRുമാണ് ഓരോ ക്ലെയിമിനെയും സാധൂകരിക്കുന്നത്. പോലീസ് അന്വേഷിക്കും എത്ര പൈസ ഇട്ടു, എത്ര കിട്ടി, എത്രയാണ് ഇദ്ദേഹം എലിജിബിള്, ക്ലെയിം ചെയ്യാൻ എലിജിബിൾ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വൽ FIR വേണം എന്നുള്ളത് ഹൈക്കോടതി തന്നെ പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ ഉത്തരവിട്ടതാണ്. അപ്പോൾ ഈ കേസിൽ പരാതിയുണ്ട് എന്നുള്ളതിൻ്റെ ആദ്യ പടിയാണ് ഈ FIR ഇടുക എന്നുള്ളത്. അത് FIR ഇടാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ബാക്കിയൊന്നുമില്ല. ആ കേസ് ഡിസ്പോസ്ഡ് ആണ്, തീരുമാനമായിരിക്കുകയാണ്. അതിനെ പോലും കാര്യമറിയാതെ സന്തോഷിക്കുകയാണ് ചിലർ. സന്തോഷിക്കേണ്ടത് ഈ കക്ഷി ചേർന്ന ആളാണ്. ഹൈറിച്ചിനെതിരെ ഒരു കേസിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. ഇവർക്കെതിരെ പോലീസ് FIR ഇട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എതിർ കക്ഷി ഹൈറിച്ച് ആയിരുന്നു. അപ്പോൾ നേരെ വിട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, പോലീസ് സ്റ്റേഷനിലേക്ക് FIR ഇട്ടതിന് ശേഷം മൊഴികളും പ്രൂഫുകളും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. FIR ഇടാൻ വേണ്ടി അദ്ദേഹം ഇനി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല. FIR ഇട്ടതിന് ശേഷം പോലീസ് അദ്ദേഹത്തെ അറിയിക്കും. നിങ്ങളുടെ FIRൻ്റെ കോപ്പി വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് കൈപ്പറ്റിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിരിക്കുന്ന മെസ്സേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ എന്ന്. അപ്പോൾ ഇതാണ് കാര്യം. ഇതിനെ പോലും വളച്ചൊടിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. സന്തോഷിച്ചോട്ടെ അല്ലേ? അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ സന്തോഷിക്കാൻ കിട്ടൂ. സന്തോഷിച്ചോ. ബൈ.